ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ അറബിക് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലുക്കൈമത്തിൻ്റെ റെസിപ്പി ആയിട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു 4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1 കപ്പ് കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇത്ര കൂടുതൽ പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3-4 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 2-3 സ്പൂണ് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 4-5 സ്പൂണ് പാൽപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 കപ്പൊക്കെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പിന് നമുക്ക് 2 സ്പൂണ് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു അളവിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 സ്പൂണ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഈസ്റ്റിൻ്റെ ടേസ്റ്റ് കേട്ടോ മുന്നിൽ നിൽക്കേണ്ടത്. ഇത്രയും പൊടിക്ക് നമുക്കൊരു 3-4 സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 3 സ്പൂണ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതാ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചെറിയൊരു ചൂട് മതി കേട്ടോ. ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ കുക്കറിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ അടച്ച് വെക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊന്തി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ കുഴച്ചെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് നമുക്ക് കുഴച്ചതിന് ശേഷം ഞാൻ സ്പൂണ് കൊണ്ട് കുഴച്ചതിന് ശേഷം പിന്നെ കൈ കൊണ്ടും കൂടി കുഴച്ചതിന് ശേഷമാണ് ഞാൻ അടച്ചു വെച്ചിട്ടുള്ളത്. നമുക്കത് 2 മണിക്കൂറായപ്പോൾ തന്നെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയും അതുപോലെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഏലക്കയും അതുപോലെ ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ റെസിപ്പി. ഇനി നമുക്ക് ഷുഗർ സിറപ്പിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.